സിറ്റ് ഇരിക്കുക എന്ന വേർഡുമായി ബന്ധപ്പെട്ട പ്രിപ്പോസിഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സിറ്റിന് മുന്നിൽ വരുന്ന പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ചോദ്യത്തില് നിങ്ങൾ ചെയർ എന്ന് മാത്രം വന്നു കഴിഞ്ഞാൽ, അതായത് അതൊരു സാധാ ചെയർ ആണെങ്കിൽ ചെയർ എന്ന് മാത്രം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൺ എന്ന പ്രിപ്പോസിഷൻ ചേർക്കണം. അപ്പൊ സിറ്റിന് മുന്നേ സാധാ ചെയർ ആണ് എന്ന് വെറും ചെയർ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? ഓൺ എന്ന പ്രിപ്പോസിഷൻ എഴുതണം. എന്നാൽ ഇരിക്കുന്നത് ആം ചെയറിലാണ്, ആം ചെയർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതാനുള്ള പ്രിപ്പോസിഷൻ ഇൻ ആണ്. ആം ചെയർ വന്നു കഴിഞ്ഞാൽ പ്രിപ്പോസിഷൻ ഇൻ എഴുതണം. നോർമൽ സാധാ ചെയർ എന്നാണെങ്കിൽ പ്രിപ്പോസിഷൻ ഓൺ എഴുതണം. ഈ രണ്ട് ചോദ്യങ്ങൾ നോക്കാം. ഹി ഈസ് സിറ്റിംഗ് ഡാഷ് ദി ആം ചെയർ. ചോദ്യത്തിൽ ആം ചെയർ എന്ന് തന്നിട്ടുണ്ട്. ആം ചെയർ ആണെങ്കിൽ ഏത് പ്രിപ്പോസിഷൻ വരും? ഇൻ എന്ന പ്രിപ്പോസിഷൻ വരും. അപ്പൊ ഹി ഈസ് സിറ്റിംഗ് ഇൻ ദി ആം ചെയർ. രണ്ടാമത്തത് ഹി ഈസ് സിറ്റിംഗ് ഡാഷ് ദി ചെയർ. ഇവിടെ സാധാ ചെയർ എന്നുള്ള അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് പ്രിപ്പോസിഷൻ വരും? നോർമൽ ചെയർ ആണെങ്കിൽ ഓൺ. അപ്പൊ സിറ്റിംഗ് ഓൺ ദി ചെയർ, സിറ്റിംഗ് ഓൺ ദി ചെയർ. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ ചെക്ക്ഔട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.